ഓരോ ദിവസവും സ്വർണ്ണവില കൂടി എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് അറിയാമോ? എനിക്കും അറിയില്ല, നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കാൻ 3 അംഗ കമ്മിറ്റിയാണ് ഉള്ളത്. ഈ കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ ഈ വില കൂട്ടുന്നത് നമുക്ക് നോക്കാം. ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ, അതാണ് ഈ കമ്മിറ്റിയുടെ പേര്. ഈ കമ്മിറ്റിയെ തീരുമാനിക്കുന്ന അസോസിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ 3 അംഗ കമ്മിറ്റി കൂടി എല്ലാ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കും. എല്ലാ ദിവസവും എത്രയാകണം സ്വർണ്ണത്തിന്റെ വില? വെറുതെ അങ്ങ് നിശ്ചയിക്കുകയാണോ? അവർക്ക് ഇഷ്ടമുള്ള ഒരു തുക അങ്ങ് പറയുകയാണോ? അല്ല, അവർ നിശ്ചയിക്കുന്ന ആ വിലയാണ് കേരളത്തിലെ 95% വ്യാപാരികളും പിന്തുടരുന്നത്. അതുകൊണ്ടാണ് 1 ഗ്രാം സ്വർണം ഇത്ര വില എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. സ്വർണ്ണവില നിശ്ചയിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് കൂടി പറയാം. ഡോളറിന്റെ വില നോക്കും, അതുപോലെ തന്നെ ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് എത്രയാണെന്ന് നോക്കും. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് അത് എത്രയാണ് എന്നത് കൂടി നോക്കും. അതിനുശേഷമാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് നമുക്കൊരു കൃത്യമായ ഒരു തുകയുണ്ടല്ലോ, ആ തുകയിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 ഗ്രാം സ്വർണത്തിന് 6535 രൂപ, അതാണ് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു കണക്ക്. 6535 ആണെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് പറഞ്ഞു തരാം. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്കെന്ന് പറയുന്നത് GST അടക്കം 7273 രൂപയാണ്. അപ്പോൾ GST ഇല്ലാത്ത വില എന്ന് പറയുന്നത് 7061. അപ്പോൾ ആ 7061 നമ്മൾ 916 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് 64,67,876. ഈ സംഖ്യയെ 995 കൊണ്ട് ഹരിക്കണം. അപ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് നോക്കാം. ഇങ്ങനെ ഹരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് 6500 ആണ്. 6500ന്റെ കൂടെ ലാഭവിഹിതം നിശ്ചയിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. അപ്പോൾ ലാഭവിഹിതം 35 രൂപ കൂട്ടുന്നു. അങ്ങനെ വരുമ്പോഴാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 6535 എന്ന് പറയുന്ന ഡിജിറ്റിലേക്ക് എത്തുന്നത്. ഈ ലാഭവിഹിതം നിശ്ചയിക്കുന്നത് വെറുതെ ഇന്ന് 20 ആവട്ടെ, നാളെ 30, മറ്റന്നാൾ 35 അങ്ങനെയാണോ? അല്ല, ലാഭവിഹിതം നിശ്ചയിക്കുന്നത് ഡിമാൻഡ് അനുസരിച്ചാണ്. ചിലപ്പോൾ ലാഭവിഹിതം ഇല്ലാതെയും നിരക്ക് നിശ്ചയിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് എങ്ങനെയാണ് ഒരു കൃത്യമായ തുകയിലേക്ക് 1 ഗ്രാം സ്വർണത്തിന്റെ വില എത്തുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഈ വായിക്കുന്ന 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇത്ര കൂടി ഇത്രയായി, ഇന്ന് വിപണിയിൽ ഇത്രയാണ് വില എന്ന് നമ്മൾ പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പൊന്നിന്റെ കാര്യം കുറച്ച് കടുപ്പമാണ്. അപ്പോൾ പൊന്നൊക്കെ കയ്യിലുള്ളവർ കയ്യിൽ വെച്ചോളൂ, വിറ്റ് വെറുതെ കളയേണ്ട. ഇനിയുള്ള ദിവസങ്ങളിലും കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ.